ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടൊക്കെ ഇരിക്കുകയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു മോർണിംഗ് റൊട്ടീനാണ്. അപ്പോൾ രാവിലെ ഒരു 6 മണി മുതൽ 10 മണി വരെയുള്ള കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ളൊരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ എല്ലാ പണികളും ഒക്കെ തീർത്തിട്ട് നമുക്ക് പകൽ മൊത്തം ഫ്രീ ആയിട്ട് ഇരിക്കണ പോലെ ഒരു റൊട്ടീനാണ് കാണിക്കുന്നത്. അപ്പോൾ എന്തായാലും നമ്മുടെ ഇന്നത്തെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഒരു 6 മണിയൊക്കെ ആയിട്ടോ ഇന്ന് എഴുന്നേറ്റിട്ടുണ്ടെന്നുള്ള പൊതുവേ ഞാൻ ഒരു 5 മണി അല്ലെങ്കിൽ 4:45 ആ സമയത്തൊക്കെ നീക്കണതാണ്. അപ്പോൾ ഇന്ന് തലവേദനയും കുറച്ച് കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് കുറച്ച് റെസ്റ്റ് എടുത്തിട്ട് ഒരു 6 മണിക്കൊക്കെ നീക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ 6 മണിക്കാണ് നീറ്റിട്ടുണ്ടായിരുന്നത്. കൈയോടെ തന്നെ ഒന്ന് ഫ്രഷായി വന്നതിന് ശേഷം നമുക്ക് രാവിലത്തേക്കുള്ളത് കാര്യങ്ങളൊക്കെ നോക്കുകയാണ്. ഇപ്പോൾ രാവിലെ സ്കൂളിലേക്കാണെങ്കിലും രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ആണെങ്കിലും നമുക്ക് ചപ്പാത്തി മുട്ടക്കറി ആണ് കേട്ടോ ഒന്നത്തേക്ക്. അപ്പോൾ ഒപ്പം തന്നെ മുട്ടയൊക്കെ വേവിക്കാൻ ഇട്ടതിന് ശേഷം ചായക്കുള്ള വെള്ളം വെച്ചിട്ട് അങ്ങനെ ചായയും കൂടി കഴിഞ്ഞിട്ടാണ് ബാക്കിയുള്ള പണികളൊക്കെ ചെയ്യണത് കേട്ടോ. അപ്പോൾ രാവിലത്തെ ചായ കുടിക്കൽ കഴിഞ്ഞാലാണ് ബാക്കിയുള്ള റൊട്ടീനൊക്കെ ഒന്ന് ചെയ്യാനൊരു ഉഷാറുണ്ടാവുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ രാവിലെ ഒരു റിലാക്സ് ആയിട്ട് ഒരു 10 മിനിറ്റൊക്കെ ഇരുന്ന് ചായ കുടിച്ചിട്ട് തന്നെയാണ് കേട്ടോ ഞാൻ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാറുള്ളൂ. അപ്പോൾ അതിന് മുന്നേ തന്നെ നമുക്ക് എന്തെങ്കിലും കുറച്ച് വേവിക്കാനുള്ളതോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇപ്പോൾ പരിപ്പാണെങ്കിലും അതുപോലെ തന്നെ കടലയോ അല്ലെങ്കിൽ ഇങ്ങനെ മുട്ടയോ അങ്ങനെ എന്തെങ്കിലും വേവിക്കാനിടണതാണെന്ന് വെച്ചാൽ ആദ്യം തന്നെ അത് വേവിക്കാനിടും. എന്നിട്ട് ഞാൻ പോയിട്ട് ചായ കുടിച്ച് വരിക ചെയ്യാറ്. അപ്പോൾ ഇന്നിപ്പോൾ ഞാൻ ചോറ് പതുക്കെ കൊണ്ടുപോകേണ്ട ആവശ്യമില്ലാത്തതുകൊണ്ട് പതുക്കെ വെക്കാമെന്ന് വെച്ചാൽ ചോറിനുള്ള വെള്ളമൊന്നും വെച്ചിട്ടില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ചായ കുടിക്കലൊക്കെ കഴിഞ്ഞ് വന്നിട്ട് ഞാൻ മുട്ട കുറുമേട്ടൊന്നും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നെ. നമ്മൾ സവാളയും തക്കാളിയും മാത്രം ഇങ്ങനെ മുളകും ഇതൊക്കെ ഇട്ടെടുക്കില്ല, അങ്ങനെയല്ല തേങ്ങ അരച്ചൊഴിച്ചിട്ടുള്ള മുട്ട കുറുമ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിൻ്റെ റെസിപ്പീസൊക്കെ ഞാൻ മുന്നത്തെ വീഡിയോയിലൊക്കെ കാണിച്ചിട്ടുണ്ടാവും എന്ന് വിചാരിക്കണം. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ടൊന്നും പറഞ്ഞിട്ടില്ല. എന്നാൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഞാനൊന്ന് പറയാം. നമ്മൾ സവാളയും അതുപോലെ തന്നെ തക്കാളി പച്ചമുളക് അതൊക്കെ ഒന്ന് നന്നായിട്ട് വഴറ്റിയതിന് ശേഷം അതിലോട്ട് നമ്മുടെ തേങ്ങയിൽ ഇഞ്ചി വെളുത്തുള്ളി പട്ട ഗ്രാമ്പു സ്പൈസസും അതുപോലെ തന്നെ കുറച്ച് പൊട്ടുകടലയും കൂടി ഇട്ടിട്ട് നന്നായി അരച്ചൊഴിക്കുക. എന്നിട്ട് നമ്മൾ വേവിച്ച മുട്ടയും കൂടി ഇട്ട് കൊടുക്കുക കേട്ടോ. ലാസ്റ്റ് മല്ലിയില ഇട്ട് കൊടുത്തിട്ട് നമുക്ക് കടുക് വറുത്തിടണമെങ്കിൽ ഇടാട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ കടുകൊന്നും വറുത്തിട്ടിട്ടില്ല. അങ്ങനെ അതാ ചപ്പാത്തിയും കൂടി ഉണ്ടാക്കി എടുക്കുന്നുണ്ട്. കുട്ടികൾക്ക് കൊണ്ടുപോകാനുള്ളതും രാവിലെ കഴിക്കാനുള്ളതും മാത്രമാണ് കേട്ടോ ഇപ്പോൾ ഉണ്ടാക്കിയിരിക്കണേ. അങ്ങനെ അവരെയൊക്കെ പറഞ്ഞയച്ചതിന് ശേഷം നമുക്കുള്ള ബ്രേക്ക്ഫാസ്റ്റും കൂടിയൊക്കെ എല്ലാതും ആക്കിയിട്ട് പിന്നെ നമ്മൾ ചെറിയ പാത്രത്തിലോട്ടൊക്കെ കറികളൊക്കെ ഒന്ന് മാറ്റി ഒഴിച്ചതിന് ശേഷം അപ്പോഴുള്ള പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകി കൗണ്ടർ ടോപ്പും ഗ്യാസൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കിയതിന് ശേഷമാണ് ഞാൻ പിന്നെ പോയി കുളിയൊക്കെ കഴിഞ്ഞ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് അടിച്ചാൽ പാത്രം കഴുകലും കഴിഞ്ഞിട്ടുണ്ട്. അതിനൊപ്പം തന്നെ ഞാൻ അടിച്ചു വാരി തുടയ്ക്കലും ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് ഈ വീഡിയോയിൽ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. എന്താ വെച്ചാൽ കണ്ണം പോണ സമയത്തായിരുന്നു ഞാൻ അടിച്ചു വാരി തുടച്ചിട്ടുണ്ടായിരുന്നു. എന്താ വെച്ചാൽ എന്തോ കളഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ ഹോളിൽ. അപ്പോൾ കൈയോടെ തന്നെ ഞാൻ വീഡിയോ എടുക്കാൻ നിന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ മൊത്തത്തിൽ തുടച്ച് അങ്ങോട്ട് എടുക്കാമെന്ന് വെച്ചാൽ വേഗം ഞാൻ അടിച്ച് വരെ തുടച്ചിട്ടുണ്ടായിരുന്നു. പിന്നെയാണ് പാത്രം കഴുകാനായിട്ട് വന്നിട്ടുണ്ടായിരുന്നത്. അങ്ങനെ അതാ പാത്രമൊക്കെ കഴുകിയിട്ട് നമ്മുടെ ഗ്യാസും കൗണ്ടർ ടോപ്പൊക്കെ ഒന്ന് തുടച്ച് കഴിഞ്ഞു. ഇനിയിപ്പോൾ കുളി കഴിഞ്ഞ് വന്നിട്ടാണ് ഇനിയിപ്പോൾ ഞാൻ ചോറിനുള്ള വെള്ളം വെക്കണതും ഉച്ചയ്ക്കത്തെ കറിയൊക്കെ ആക്കണത് കേട്ടോ. അപ്പോൾ രാവിലെ ഒരു 10 മണിയാകുമ്പോഴത്തേനും തന്നെ നമ്മുടെ പണികളൊക്കെ കഴിക്കുകയാണെന്ന് വെച്ചാൽ നമുക്ക് ബാക്കിയുള്ള സമയം വേറെ എന്തെങ്കിലും കാര്യത്തിനൊക്കെ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാം. അല്ലെങ്കിൽ വെറുതെ ഇരിക്കാൻ ആഗ്രഹിക്കണവരാണെന്ന് വെച്ചാൽ വെറുതെ ഇരിക്കാം. അങ്ങനെയൊക്കെ നമ്മളൊരു പ്ലാനിങ്ങോട് കൂടി പണികളൊക്കെ ചെയ്യുകയാണെന്ന് വെച്ചാൽ നമുക്ക് പണികളൊക്കെ പെട്ടെന്ന് തീർക്കാം കേട്ടോ. അപ്പോൾ ഇല്ല വെച്ചാൽ എൻ്റെ ഇപ്പോൾ ഉച്ചയ്ക്കത്തെ കുക്കിങ്ങും കൂടി കഴിഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ അവർ കൊണ്ടുപോകാത്തതുകൊണ്ട് ഞാൻ രാവിലത്തെ കുക്കിങ് കുറച്ച് സ്ലോ ആയിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ പാത്രം കഴുകലും അടിച്ചു വാരി തുടയ്ക്കലും കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ബാത്റൂം ക്ലീനിങ് ഒക്കെ നമ്മൾ രാവിലെ കുളിക്കുമ്പോഴോ അല്ലാച്ചാൽ വൈകുന്നേരം മേല് കഴുകുമ്പോഴോ തന്നെയാണ് ഞാൻ ചെയ്യാറ് കേട്ടോ. അല്ലാതെ നമ്മൾ കുളി കഴിഞ്ഞിട്ട് പ്രത്യേകിച്ച് അതിനായിട്ടൊരു സമയം മാറ്റി വയ്ക്കുക. എപ്പോഴാണോ നമ്മൾ രാവിലെ കുളിക്കണേ അല്ലെങ്കിൽ വൈകുന്നേരം മേല് കഴുകണേ ആ സമയത്ത് നമ്മൾ ബാത്റൂമൊക്കെ ക്ലീൻ ചെയ്തിട്ട് കുളിക്കുകയാണെന്ന് വെച്ചാൽ നമുക്ക് പിന്നെ ഒരു മുഷിവ് തോന്നേ അല്ലാതെ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ബാത്റൂം ക്ലീനിങ്ങും കൂടി കഴിഞ്ഞിട്ട് അപ്പോൾ എൻ്റെ കുളിയും കഴിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മുടെ അലക്കാനുള്ള തുണികൾ ഇടുക അതുപോലെ തന്നെ ഉച്ചയ്ക്കത്തെ കാര്യങ്ങൾ നോക്കുകയൊക്കെ ചെയ്യണത് കേട്ടോ. അപ്പോൾ സമയം ഒരു 8:45 ആയിട്ടുണ്ട്. ആ സമയം കൊണ്ട് എൻ്റെ രാവിലത്തെ കുക്കിങ്ങും കഴിഞ്ഞിട്ടുണ്ട്, കിച്ചൺ ക്ലീനിങ്ങും കഴിഞ്ഞിട്ടുണ്ട്, അടിച്ചു വാരി തുടയ്ക്കലും കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് ലഞ്ചിൻ്റെ കാര്യങ്ങൾ നോക്കണം. അല്ലാച്ച പിന്നെ ഞാൻ കുക്കിങ് ആദ്യം തീർത്തിട്ട് പിന്നെ കുട്ടികൾ പോയതിന് ശേഷം അടിച്ചു വാരി തുടയ്ക്കുക അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുക. അല്ലാച്ചാൽ പിന്നെ വൈകുന്നേരമായിരിക്കും അധികവും ഞാൻ തുടയ്ക്കണത് കേട്ടോ. അടിച്ചു വാരിയിടും, തുടയ്ക്കണത് വൈകുന്നേരമായിരിക്കും. ഇന്നിപ്പോൾ ഞാൻ രാവിലെ എന്നെ തുടയ്ക്കാൻ കാരണം പേസ്റ്റ് എടുത്തിട്ട് നമ്മുടെ ഹോളിൽ ചെറുതായിട്ടൊക്കെ ആക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ചവിട്ടിയിട്ട് പേസ്റ്റ് അങ്ങനെ ആയതുകൊണ്ട് ഞാൻ രാവിലെ തന്നെ കൈയോടെ തുടച്ചിട്ടുണ്ടെന്നും പിന്നെ അതുപോലെ തന്നെ തലേന്ന് വൈകുന്നേരം തുടച്ചിട്ടില്ലെങ്കിലും ഞാൻ രാവിലെ തന്നെ തുടച്ചിട്ടു കേട്ടോ. പരമാവധി ഞാൻ വൈകുന്നേരത്തേക്കാണ് എൻ്റെ തുടയ്ക്കണ പണി ആക്കാറ്. എന്താ വെച്ചാൽ ഞാൻ കുളി കഴിഞ്ഞിട്ടാണല്ലോ ബാക്കി പണികളൊക്കെ ചെയ്യണത്. അതുകൊണ്ട് തന്നെ ഞാൻ തുടയ്ക്കൽ അധികം വൈകുന്നേരത്തേക്ക് ആക്കാനാണ്
എൻ്റെ റൊട്ടീൻ ഉണ്ടാവാറ് സ്കൂളുള്ള ദിവസങ്ങളിൽ കേട്ടോ. സ്കൂളില്ലാത്ത ദിവസമാണെന്ന് വെച്ചാൽ ഞാൻ രാവിലെ തന്നെ അടിച്ചുവാരി തുടക്കൽ ക്ലീനിങ് അങ്ങനെ ഒരുവിധം എല്ലാ ക്ലീനിങ്ങും തീർത്തിട്ടാണ് കുളി കഴിഞ്ഞ് വന്നിട്ട് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചൊക്കെ ചെയ്യാറ്. എന്താ വെച്ചാൽ നമുക്ക് സ്കൂളില്ലാത്തപ്പോൾ നമുക്ക് കുക്കിംഗ് അത്ര തിരക്കുള്ള പണിയല്ലല്ലോ ഇല്ലാത്തപ്പോൾ. അപ്പോൾ സ്കൂളുള്ളപ്പോഴാണെന്ന് വെച്ചാൽ ഫസ്റ്റ് കുക്കിംഗ് തീർക്കും എന്നിട്ട് ക്ലീനിങ് ചെയ്യും കേട്ടോ. അങ്ങനെ അപ്പോൾ എൻ്റെ ക്ലീനിങ് ഒരുവിധം കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ പാത്രം കഴുകലും സിങ്കൊക്കെ വൃത്തിയാക്കി ഇട്ടിട്ടുണ്ട്. ഇനിയിപ്പോൾ ഉച്ചയ്ക്കത്തെ കാര്യങ്ങൾ നോക്കാം. നമുക്ക് ചോറിനുള്ള വെള്ളം വെച്ചിട്ടുണ്ട്. അപ്പോൾ സാമ്പാറും കോവയ്ക്കും ഉപ്പേരിയും കുറച്ച് മീനോടി വറക്കാനുണ്ട് കേട്ടോ. അപ്പോൾ അതാണ് ഇന്ന് ഉച്ചയ്ക്കത്തെ ലഞ്ചിനുള്ളത്. അപ്പോൾ വേഗം തന്നെ ചോറിനുള്ള വെള്ളമൊക്കെ വെച്ചിട്ട് പരിപ്പ് കൂടി വേവിക്കാനിടുന്നുണ്ട്. നമുക്കിങ്ങനെ കിച്ചണൊക്കെ ക്ലീൻ ചെയ്തിട്ട് നമ്മൾ കുക്കിങ്ങൊക്കെ ചെയ്യുകയാണെന്ന് വെച്ചാൽ നമ്മുടെ കുക്കിംഗ് പെട്ടെന്ന് തീരും കേട്ടോ. നിങ്ങൾ അങ്ങനെ ഒന്ന് ചെയ്ത് നോക്കുക. നമ്മൾ കുക്കിങ്ങൊക്കെ ഇങ്ങനെ മെസ്സി ആയിട്ടിട്ട് നമ്മൾ കുക്കിംഗ് ചെയ്യുമ്പോൾ നമ്മുടെ പണികൾ തീരുന്നില്ല. അതന്നെ നമ്മൾ കുക്കിങ് ചെയ്യണതിന് മുന്നേ നമ്മുടെ കിച്ചണൊക്കെ നീറ്റ് ചെയ്തിട്ടിട്ടാണ് നമ്മൾ ബാക്കിയുള്ള പണികൾ ചെയ്യണമെന്ന് വെച്ചാൽ നമ്മൾ ഓരോന്നും അങ്ങനെ കളയാതെയും മെസ്സി ആക്കാതെയും നമ്മുടെ കിച്ചൺ നമ്മൾ സൂക്ഷിച്ചിട്ട് നമ്മൾ കുക്ക് ചെയ്യുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ കുക്കിംഗ് പെട്ടെന്ന് തീരും ചെയ്യും. അതുപോലെ തന്നെ നമ്മുടെ കിച്ചൺ നീറ്റായിട്ട് തന്നെ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യാനും നോക്കും കേട്ടോ. അങ്ങനെ അതപ്പോൾ ഞാൻ എൻ്റെ വൃത്തിയാക്കലൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ കുക്കിങ്ങിന് നിന്നാലും ഞാൻ എവിടെയും ആക്കാതെ തന്നെ കേട്ടോ ഞാൻ കുക്കിങ്ങൊക്കെ ചെയ്യാറ്. എന്താ വെച്ചാൽ നമ്മൾ ഒരു കഷ്ണങ്ങളൊക്കെ എന്തെങ്കിലും നമ്മളിങ്ങനെ അരിയുമ്പോൾ ചെയ്യുമ്പോൾ ഒരു പ്ലേറ്റോ അല്ലെങ്കിൽ എന്തെങ്കിലും ചെറിയ മോറോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വേസ്റ്റിൻ്റെ എന്തെങ്കിലും പ്ലാസ്റ്റിക്കിൻ്റെ എന്താ പറയുക ബോക്സോ അങ്ങനെ എന്തെങ്കിലും ഒന്ന് വെക്കുക കൗണ്ടർ ടോപ്പിൽ. എന്നിട്ട് അതിലോട്ട് നമ്മൾ പച്ചക്കറി അരിയുന്നതിൻ്റെ വേസ്റ്റൊക്കെ ഒന്ന് ഇട്ടിട്ട് നമ്മൾ പച്ചക്കറിയൊക്കെ അരിയണിച്ച് നമ്മൾ പിന്നെ കിച്ചണിൻ്റെ കൗണ്ടർ ടോപ്പ് വൃത്തിയാക്കുക അങ്ങനെയുള്ള പണികൾ ഉണ്ടാവില്ല കേട്ടോ. അങ്ങനെ അപ്പോൾ ഞാനൊരു പ്ലേറ്റ് വെച്ചിട്ട് അതിലോട്ട് തന്നെ ഞാൻ പച്ചക്കറിയുടെ വേസ്റ്റൊക്കെ ഇടാറ്. നമ്മൾ അരിഞ്ഞതിൻ്റെ തോലോ അങ്ങനത്തെയൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ അതൊക്കെ ഞാൻ ആ പ്ലേറ്റിൽ ഇട്ടിട്ട് പിന്നെ നമ്മുടെ ചെടിയുടെ ചോട്ടിൽ കൊണ്ടിടുക ചെയ്യാറ്. അങ്ങനെ അതാ സാമ്പാറിനുള്ള കഷ്ണങ്ങളൊക്കെ അരിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ ഉപ്പേരിക്കുള്ള കോവയ്ക്കാണ് കേട്ടോ അരിയണത്. ഇത് രണ്ടും ഞാൻ ചെയ്യണത് നമ്മുടെ ചോറിനുള്ള വെള്ളം ചൂടാവുമ്പോഴത്തേനും പരിപ്പ് വേവണ സമയം കൊണ്ട് തന്നെ ഞാൻ പച്ചക്കറിയൊക്കെ അരിഞ്ഞെടുക്കും കേട്ടോ. നമ്മളിങ്ങനെ നിന്നിട്ട് പെട്ടെന്ന് അങ്ങോട്ട് ചെയ്യാണിച്ച് നമ്മുടെ വെള്ളമൊക്കെ ചൂടാവുന്ന സമയം കൊണ്ട് തന്നെ നമുക്ക് ഉച്ചയ്ക്കത്തുള്ള കഷ്ണങ്ങളൊക്കെ അങ്ങോട്ട് അരിഞ്ഞെടുക്കാൻ പറ്റും. അങ്ങനെ അതപ്പോൾ നമുക്കൊരു ടൈം എപ്പോഴും നമ്മൾ മാനേജ് ചെയ്തിട്ട് ഒരേ സമയത്ത് 2-3 പണികൾ ചെയ്യുകയാണെന്ന് നമ്മുടെ പണികളൊക്കെ പെട്ടെന്ന് തീരുന്നത്. അപ്പോൾ വെള്ളം ചൂടാവുന്ന സമയം കൊണ്ട് തന്നെ എൻ്റെ പച്ചക്കറിയൊക്കെ അരിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ തന്നെ അപ്പോൾ അരിയൊക്കെ ഇട്ട് കൊടുക്കുമ്പോഴേക്കും നമ്മുടെ പരിപ്പും എന്ത് സെറ്റായിരിക്കുന്നുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് സാമ്പാറിനുള്ള കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം. ഒരടുപ്പിൽ ഉപ്പേരിക്കുള്ളതും ഇട്ട് കൊടുക്കുകയാണെന്ന് വെച്ചാൽ നമ്മൾ ഒപ്പം ചോറും കറിയും ഉപ്പേരിയൊക്കെ ഒപ്പം ആയിക്കോളും. ഞാനിപ്പോൾ അത് ചോറൊന്ന് തിളച്ച് കഴിഞ്ഞാൽ നമ്മൾ ചെറിയ അടുപ്പത്തോട്ട് മാറ്റി വെച്ചിട്ട് ഇനിയിപ്പോൾ അത് സിമ്മിൽ അവിടെ കിടന്ന് വേഗണ സമയം കൊണ്ട് തന്നെ നമുക്ക് സാമ്പാറും ഉപ്പേരിയൊക്കെ ഒന്ന് ആക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ അത് പരിപ്പ് വെന്തിട്ടുണ്ട്. അപ്പോൾ കുറച്ച് പരിപ്പ് ഞാൻ എടുത്ത് മാറ്റി വെക്കുന്നുണ്ട്. കണ്ണനാണെച്ചാൽ അങ്ങനെ സാമ്പാർ കറികളോട് അത്ര താല്പര്യമില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ അവന് കുറച്ച് പരിപ്പ് കൂട്ടിയിട്ട് ചോറ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ എപ്പോഴും പരിപ്പ് വേവിക്കുമ്പോൾ കുറച്ച് പരിപ്പ് എടുത്ത് മാറ്റി വയ്ക്കും കേട്ടോ. അതിൽ ഞാൻ വേവിക്കുമ്പോൾ തന്നെ മഞ്ഞൾപ്പൊടി കുറച്ച് ഇടാറുണ്ട്. അങ്ങനെ അതപ്പോൾ പരിപ്പ് വേവിച്ച് വെച്ചതിന് ശേഷം സാമ്പാറിൻ്റെ കഷ്ണങ്ങളൊക്കെ ഞാൻ കഴുകിയിട്ട് തന്നെയാണ് അരിഞ്ഞ് മാറ്റി വെച്ചിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ വേഗം സാമ്പാറിനുള്ള കഷ്ണങ്ങൾ ഇട്ട് കൊടുത്ത് തക്കാളിയൊക്കെ അരിഞ്ഞിട്ട് കൊടുക്കുക. പിന്നെ നമ്മുടെ മല്ലിപ്പൊടി മുളക് പൊടി മഞ്ഞൾപ്പൊടിയൊക്കെ ഒന്ന് ഇട്ട് കൊടുത്തിട്ട് പുളിയും കൂടി പിഴിഞ്ഞ് വെച്ചിട്ട് ഒരു വിസിലൂടി വെച്ചെടുക്കും കേട്ടോ. അപ്പോൾ ഒരു വിസിൽ വെച്ചിട്ട് പെട്ടെന്ന് ഓഫാക്കുകയാണെങ്കിൽ നമ്മുടെ കഷ്ണങ്ങളൊന്നും വെന്ത് ഇങ്ങനെ ഉടഞ്ഞു പോവാണ്ട് കറക്റ്റ് പാകത്തിന് ഇങ്ങനെ വെന്ത് കിട്ടും. അങ്ങനെ അതാ സാമ്പാറിൻ്റെ കഷ്ണങ്ങളൊക്കെ ഇട്ട് കൊടുത്തിട്ട് പുളിയും കൂടി പിഴിഞ്ഞിട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഒരു വിസിലൂടി വെച്ചെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് സാമ്പാർ പെട്ടെന്നാവട്ടെ ഒരു 10 മിനിറ്റ് കൂടി വേണ്ട നമുക്ക് സാമ്പാർ ആയിട്ടുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ അതാ വേഗം അതിനുള്ള കാര്യങ്ങളൊക്കെ കഷ്ണങ്ങളൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തൊന്ന് ഇളക്കിയിട്ട് നമുക്ക് ഒന്നുകൂടി വിസിൽ വെച്ചെടുക്കുകയാണെന്ന് വെച്ചാൽ നമ്മുടെ സാമ്പാറിൻ്റെ കഷ്ണങ്ങളൊക്കെ പെട്ടെന്ന് വന്നിട്ട് പിന്നെ കുറച്ച് തേങ്ങയും കൂടെ അരച്ച് വയ്ക്കുകയാണെന്ന് വെച്ചാൽ പിന്നെ നമുക്ക് കടുക് വറുത്തിട്ട് കൊടുക്കേണ്ട പണിയുള്ളൂ. അപ്പോൾ സാമ്പാറൊക്കെ പെട്ടെന്ന് ആയിക്കോളും. അതിനിടയിൽ കൂടെ തന്നെ ഞാൻ ചോറ് നോക്കുന്നുണ്ട്, ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. ഒപ്പം തന്നെ അതാ ഉപ്പേരിക്കുള്ള ചീഞ്ചട്ടി അടുത്ത് വെച്ചിട്ടുണ്ട്. അങ്ങനെ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും അവിടെ കൗണ്ടർ ടോപ്പിലുള്ള സാധനങ്ങളൊക്കെ അപ്പം തന്നെ നമ്മൾ എടുത്ത് മാറ്റിയിട്ട് നമുക്ക് വെറുതെ നമുക്ക് ചോപ്പിംഗ് ബോർഡും ജാറൊക്കെ നമുക്കൊന്ന് വെറുതെ കഴുകിയാൽ മതിയല്ലോ. എപ്പോഴും നമ്മളിങ്ങനെ സോപ്പിട്ട് കഴുകണം എന്നൊന്നുമില്ല. അപ്പോൾ കൈയോടെ തന്നെ കഴുകുകയാണെന്ന് വെച്ചാൽ നമുക്ക് സിംഗിൾ ഇട്ടതിന് ശേഷമാണ് നമ്മൾ സോപ്പൊക്കെ ഇട്ട് കഴുകണം. അപ്പോൾ ഈ പണിയുടെ ഇടയിൽ കൂടെ തന്നെ 2-3 കാര്യങ്ങളും കൂടി ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനതൊന്നും വീഡിയോ എടുത്തില്ല. വൈകിട്ടത്തേക്കുള്ള മാവ് അരച്ച് വെച്ചിട്ടുണ്ട്. മുട്ടക്കറിയൊക്കെ ചെറിയ പാത്രത്തിലോട്ട് നമുക്ക് രാവിലത്തെ ബാക്കിയൊക്കെ ഒരു മുട്ടക്കറിയൊക്കെ ബാക്കി എടുത്ത് വെച്ചിട്ട് അതുപോലെ തന്നെ ഗ്രൈൻഡറും ഒപ്പം തന്നെ കഴുകി മാറ്റിയിട്ടുണ്ട് കേട്ടോ. ഞാൻ വീഡിയോ എടുക്കണം എന്നൊക്കെ വിചാരിച്ചാണ് കേട്ടോ. അടിച്ചു വരെ തുടയ്ക്കുമ്പോൾ നമ്മൾ മാവൊക്കെ ഗ്രൈൻഡറിൽ നിന്ന് എടുക്കുമ്പോഴൊക്കെ വിചാരിച്ചാണ്. പക്ഷേ ചാർജർ ഉണ്ടായിരുന്നില്ല കേട്ടോ. ഫോണിൽ ചാർജ് ഉണ്ടായിരുന്നില്ല ഫോണിൽ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ശ്രദ്ധിച്ചില്ല ചാർജ് ഉണ്ടോയെന്ന്. അതുകൊണ്ട് തന്നെ ചാർജ് വെച്ചിട്ടാണ് ഞാൻ വേഗം അടിച്ചു വരെ തുടച്ചതും ഗ്രൈൻഡറിൽ നിന്ന് മാവൊക്കെ എടുത്തിട്ടാണ് ഞാൻ പോയിട്ട് അതൊക്കെ ഒരു ഗ്രൈൻഡറൊക്കെ കഴുകി വെച്ചതിന് ശേഷം കേട്ടോ പോയി കുളിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് ഞാൻ വിട്ടുപോയതാണ് പറയാം. അങ്ങനെ ഞാൻ രാവിലെ തന്നെ വൈകുന്നേരത്തേക്കുള്ള കാര്യങ്ങളും കൂടി ശ്രദ്ധിച്ചിട്ടാണ് ചെയ്യാറ്. എന്നാലാണ് നമുക്ക് കുറച്ച് സമയം നമുക്ക് കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ നമുക്ക് യൂട്യൂബിൻ്റെ കാര്യം ചെയ്യാനാണെങ്കിൽ നമുക്ക് പ്രത്യേകിച്ച് സമയമൊന്നും കിട്ടില്ല. അപ്പോൾ നമ്മൾ പണികൾ പെട്ടെന്ന് തീർത്തിട്ട് കുറച്ച് സമയം നമുക്കായിട്ട് മാറ്റി വെച്ചാൽ മാത്രമാണ് നമുക്ക് ഇങ്ങനെ എന്തെങ്കിലും ഒരു കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവരും തന്നെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്യണം എന്നാട്ടോ ഞാൻ പറയണേ. നമ്മൾ
എപ്പോഴും ഇങ്ങനെ പണി ചെയ്തുകൊണ്ടിരുന്നിട്ടൊന്നും ഒരു കാര്യമില്ല. എന്താ വെച്ചാൽ ആരും നമ്മളെപ്പോഴും പണി ചെയ്യണമെന്ന് പറഞ്ഞിട്ട് നമുക്ക് വല്ല അവാർഡും കൊണ്ടുവന്ന് തരുമോ അല്ലെങ്കിൽ ആരെങ്കിലും എന്തെങ്കിലും നല്ലത് പറയുമോ അങ്ങനെയൊന്നും നമ്മൾ പ്രതീക്ഷിച്ചിട്ട് കാര്യമില്ല. നമ്മൾ തന്നെയാണ് നമുക്ക് വേണ്ട സമയം കണ്ടെത്താനും നമുക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്യാനൊക്കെ നമ്മൾ മാത്രം വിചാരിച്ചാൽ മാത്രമേ നടക്കുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാ വീട്ടമ്മമാരും എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് നമ്മളുടേതായ എന്തെങ്കിലും വരുമാനം കണ്ടെത്തണം എന്നാട്ടോ എൻ്റെ ഒരു അഭിപ്രായം. എന്താ വെച്ചാൽ ഇതുവരെയും എനിക്ക് പറ്റിയിട്ടില്ല അങ്ങനെ ഒരു കാര്യം. എന്താ വെച്ചാൽ എന്നെ സംബന്ധിച്ച് എനിക്ക് 3 കുട്ടികളുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഒറ്റയ്ക്ക് സെപ്പറേറ്റാണ് താമസിക്കുന്നത്. അതിൻ്റേതായ തിരക്കും നമുക്കുള്ള ഭാരാബ്ദങ്ങളായാലും നമുക്കുള്ള റെസ്പോൺസിബിലിറ്റീസും ഒക്കെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ കുറച്ച് കുട്ടികളൊക്കെ ആയി ഇപ്പോൾ സ്കൂളിലോട്ടൊക്കെ പോയി കഴിഞ്ഞപ്പോൾ എനിക്ക് ഉണ്ടായിരുന്നു എന്തെങ്കിലുമൊക്കെ ഒരു കാര്യം ചെയ്യണം എന്നിട്ട്. നമുക്ക് ഇനിയിപ്പോൾ പഠിത്തം കണ്ടിന്യൂ ചെയ്യാനും പറ്റില്ല, പുറത്ത് എന്തെങ്കിലും വർക്കിന് പോകാനും പറ്റില്ല. എന്താ വെച്ചാൽ നമുക്ക് കുട്ടികളെ നോക്കാനും ഒരാൾ വീട്ടിൽ വേണം, അവരുടെ കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുക്കാനും നമുക്ക് വേറെ ആരുമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് വീട്ടിൽ തന്നെ ഇരുന്ന് ചെയ്യാൻ പറ്റണ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യണം എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഇപ്പോൾ യൂട്യൂബ് തന്നെയാണെങ്കിൽ ഞാൻ ചെയ്യാൻ എനിക്ക് തോന്നിയത്. അപ്പോൾ അതുപോലെ തന്നെ നമ്മളെക്കൊണ്ട് പറ്റണ എന്തെങ്കിലും കാര്യങ്ങൾ സ്റ്റിച്ചിങ്ങോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യം നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ഉണ്ടെങ്കിൽ ആരും ചെയ്യാൻ മടിക്കുക. എന്താ വെച്ചാൽ നമ്മൾ എപ്പോഴും പണി വീട്ടിൽ ചെയ്തുകൊണ്ട് ഒന്നും കിട്ടാൻ പോണില്ല. നമ്മൾ വീട്ടിലെന്നും ചെയ്യും, എന്നും ചെയ്തുകൊണ്ടിരിക്കേണ്ടി വരും എന്നല്ലാതെ ആരും പ്രത്യേകിച്ച് അതിനായിട്ട് ഒരു പരിഗണന നമുക്ക് തരുമെന്ന് തോന്നണില്ല. ഇപ്പോൾ എല്ലാവരുടെ അഭിപ്രായം അങ്ങനെ തന്നെ ആയിരിക്കും. നമ്മളെ സെപ്പറേറ്റ് ആയിട്ട് അയ്യോ നീ പണി ചെയ്യല്ലേ എന്ന് പറഞ്ഞിട്ട് നമുക്ക് പ്രത്യേകിച്ച് ഒരു പരിഗണന ആരും തരില്ല. അത് എത്രയൊക്കെ സ്നേഹമുള്ള വീടാണെന്ന് പറഞ്ഞാലും നമ്മളിപ്പോൾ പുറത്ത് ഹസ്ബൻഡ് ജോലിക്ക് പോയിട്ട് വന്നാൽ നമുക്ക് അവരെ നമ്മൾ പ്രത്യേകിച്ച് കെയർ ചെയ്യില്ല. പക്ഷെ അതുപോലെ നമ്മൾ വീട്ടിൽ പണി ചെയ്യുന്നതെന്ന് വിചാരിച്ചിട്ട് ആരും നമ്മളെ പ്രത്യേകിച്ച് കെയർ ചെയ്യാനൊന്നും പോണില്ല. നമ്മൾ തന്നെ നമുക്ക് വേണ്ടി കുറച്ച് സമയം കണ്ടെത്തി ാണ് ബാക്കിയുള്ളവരും കൂടി നമുക്കായിട്ട് എന്തെങ്കിലും സമയം കണ്ടെത്താനോ അല്ലെങ്കിൽ നമുക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്തു തരാനോ ഒക്കെ അവർക്കും തോന്നുള്ളൂ. അപ്പോൾ എങ്ങനെ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാനായിട്ട് എല്ലാവരും ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ അത് പുറത്തണിച്ചാൽ നല്ലൊരു മഴയൊക്കെ കഴിഞ്ഞിട്ട് ഇരിക്കുകയാണ്. അങ്ങനെ അപ്പോൾ അടുപ്പത്തേക്ക് ഒരുവിധം ഒന്ന് സെറ്റായി വന്നതിന് ശേഷം ഞാൻ പുറത്തോട്ട് വന്നിട്ട് തലയൊക്കെ ഒന്ന് തൂർത്താൻ വേണ്ടി വന്നായിരുന്നു കേട്ടോ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് മുടിയൊക്കെ ഒന്ന് കെട്ടി വരുമ്പോഴത്തേനും നമ്മുടെ മീൻ വറുത്തിട്ട് പറയാൻ വിട്ടുപോയതാണ്. കുറച്ച് മീൻ കൂടി വറുക്കാനുണ്ടാകുമ്പോൾ ഉണക്കമീനാണ് കേട്ടോ, നമ്മുടെ സ്രാവില്ല അതായിരുന്നു. അങ്ങനെ നമ്മുടെ കോവയ്ക്ക് ഉപ്പേരി ആയിട്ടുണ്ട്, സാമ്പാറായിട്ടുണ്ട്, ചോറൊക്കെ പാകമായിട്ട് ഞാൻ വറുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ കറികളും ഉപ്പേരിയും ഒക്കെ സെറ്റായതിന് ശേഷം ഞാൻ മീൻ വറുത്തതൊക്കെ ഒന്ന് മാറ്റിയിട്ട് അതിൽ കുറച്ച് ചോറിട്ട് കഴിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. നമുക്ക് എല്ലാവരും കഴിക്കുമെന്ന് അറിയില്ല. ഈ മീൻ വറുത്ത ആ എണ്ണയിൽ കുറച്ച് ചോറിട്ടിട്ട് മിക്സ് ചെയ്ത് കഴിക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇതുവരെ ട്രൈ ചെയ്യാത്തവർ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വെളിച്ചെണ്ണയിൽ വറക്കണം കേട്ടോ മീൻ. നമ്മളിങ്ങനെ ഉണക്കമീനൊക്കെ നമ്മൾ പച്ചമീൻ വറക്കണേക്കാളും ഉണക്കമീൻ വറക്കണ ചോറിൽ ഇങ്ങനെ അല്ലെ എണ്ണയിൽ അങ്ങനെ ചോറിട്ട് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇതുവരെ ട്രൈ ചെയ്യാത്തവർ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. കഴിച്ചവരുണ്ടെങ്കിലും കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെയാണ്. ഞാൻ പറഞ്ഞ പോലെ തന്നെ എല്ലാവരും ഒരു ടൈം മാനേജ്മെൻറ്റ് ചെയ്തിട്ട് നമ്മുടെ കാര്യങ്ങളൊക്കെ പെട്ടെന്ന് തീർത്തിട്ട് കുറച്ച് ഫ്രീ ആയിട്ട് ഇരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ആ സമയത്ത് എന്തെങ്കിലും യൂസ്ഫുള്ളായിട്ട് കാര്യങ്ങൾ ചെയ്യാനും ശ്രദ്ധിക്കുക കേട്ടോ. അങ്ങനെ അതപ്പോൾ എൻ്റെ എല്ലാ പണികളും തീർത്തിട്ട് ക്ലീനിങ്ങും കുക്കിങ്ങും എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതുകൊണ്ട് കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് ഇരിക്കാനായിട്ട് പോകാം കേട്ടോ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ടാണ് പിന്നെ എൻ്റെ എഡിറ്റിങ് അല്ലെങ്കിൽ എന്തെങ്കിലും സ്റ്റിച്ച് ചെയ്യാനുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യുക. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്യണത് എൻ്റെ പണികളൊക്കെ പെട്ടെന്ന് തീർത്ത് വെച്ചിട്ട് ബാക്കിയുള്ള സമയത്താണ് കേട്ടോ. അപ്പോൾ എന്തെങ്കിലും രീതിയിൽ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കണം. അങ്ങനെ അതപ്പോൾ നമ്മുടെ മീനൊക്കെ വറുത്തതും ആ ചോറും കൊണ്ട് കുറച്ച് നേരം ടി വി ഒക്കെ കാണാനായിട്ട് പോയിരിക്കണം. ഇന്ന് നന്ദന് സ്കൂളില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ അവളുണ്ട്, അവൾക്ക് ഇഷ്ടമാണ് കേട്ടോ ഇത് കഴിക്കാനായിട്ട്. അങ്ങനെ ഇനി കുറച്ച് നേരം റെസ്റ്റൊക്കെ എടുത്തിട്ട് ഇരിക്കണം. അപ്പോൾ ആദ്യമായിട്ട് നമ്മുടെ വീഡിയോസ് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും